അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും. എല്ലാവരും പറഞ്ഞിട്ടില്ലല്ലോ അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, MSMൻ്റെയും KNMൻ്റെയും MGMൻ്റെയൊക്കെ പ്രിയപ്പെട്ട ഭാരവാഹികളെ, അതിയായ സന്തോഷത്തോടുകൂടി ഇന്ന് രാവിലെ മുതൽ എന്തൊക്കെയോ തിരക്കുകൾ നമുക്കുണ്ടായിട്ടും അതെല്ലാം മാറ്റിവെച്ച് ഇവിടെ നമ്മൾ ഒരുമിച്ച് കൂടി ഒരുപാട് ക്ലാസ്സുകൾ നമ്മൾ കേട്ടു, ഭക്ഷണം കഴിച്ചു. ഈ പ്രോഗ്രാം അതിൻ്റെ അവസാന ഭാഗത്തേക്ക് അതിൻ്റെ ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ച് സമയം നിങ്ങളോട് ഏതാനും ചില വിഷയങ്ങൾ സൂചിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കഥ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കഥ പറയണോ വേണ്ടേ? കഥ പറയണം എന്നുള്ള ആളുകൾ വലത് കൈ ഉയർത്തുക. എല്ലാവരും കഥ പറയണം എന്നുള്ള ആളുകൾ വലത് കൈ ഉയർത്തുക. ഓക്കെ. കഥ വേണ്ട, പ്രസംഗം മതി എന്നാർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഇടത് കൈ ഉയർത്താം. കുറച്ചാളുകൾ പ്രസംഗം മതി എന്ന് പറയണവരുണ്ട്. എന്തായിരുന്നാലും കഥയും പ്രസംഗവുമായി വളരെ കുറച്ച് സമയം നിങ്ങളോട് സംവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചു എല്ലാവർക്കും അറിയുന്ന കഥയാണ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. ആ കഥ മനുഷ്യൻ്റെ കഥയാണ്. ഈ ലോകത്തെ ആദ്യത്തെ മനുഷ്യൻ്റെ കഥയാണ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ കഥയാണ്. സ്വർഗത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യത്തെ മനുഷ്യനെ സൃഷ്ടിച്ചു. ആദ്യത്തെ മനുഷ്യനായ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയെ പടച്ച റബ്ബ് സൃഷ്ടിച്ചു. എന്നിട്ട് ആദമിന് മുമ്പുണ്ടായിരുന്ന മലക്കുകൾ അവിടെയുണ്ട്, ഇബ്ലീസ് അടക്കമുള്ള ആളുകൾ അവിടെയുണ്ട്. അവരോട് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു. നമുക്കറിയാം, മലക്കുകൾ സുജൂദ് ചെയ്തു. ആരാ സുജൂദ് ചെയ്യാതിരുന്നത്? ആരാ പറയും? ഇബ്ലീസ് സുജൂദ് ചെയ്തില്ല. മണ്ണ് കൊണ്ടുണ്ടാക്കിയ ഒരു മനുഷ്യൻ്റെ മുന്നിൽ തീ കൊണ്ടുണ്ടാക്കിയ ഞാൻ എങ്ങനെ സുജൂദ് ചെയ്യും? ഇബ്ലീസ് ഗർവ് നടിച്ചു എന്നാണ് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചത്. എന്തായിരുന്നാലും ആദം അലൈഹിസ്സലാത്തു വസ്സലാമയിൽ നിന്ന് ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്കുള്ള ഇണയായ ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചു. അവരെ രണ്ടുപേരെയും പടച്ച റബ്ബ് എങ്ങോട്ട് പറഞ്ഞയച്ചു? സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചു. സ്വർഗത്തിലേക്ക് പറഞ്ഞയച്ചപ്പോൾ അവർക്കൊരു കണ്ടീഷൻ കൊടുത്തിരുന്നു. ഒരു പ്രത്യേകമായ ഒരു മരമുണ്ട്. ആ മരത്തിലുള്ള ഒരു ഫലം, ഒരു കായ്കനി, അത് നിങ്ങൾ ഭക്ഷിക്കരുതേ. ഇതല്ലാത്ത എന്തും നിങ്ങൾക്കിവിടെ ഭക്ഷിക്കാം, നിങ്ങൾക്കിഷ്ടമുള്ളതുപോലെ നടക്കാം. അപ്പോൾ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമയുടെ മുന്നിൽ സുജൂദ് ചെയ്യാതിരുന്ന ഇബ്ലീസിനെ പടച്ച റബ്ബ് ശകാരിക്കുന്ന സമയത്ത് ഇബ്ലീസ് പടച്ച റബ്ബിനോട് ചോദിക്കുന്നുണ്ട്, റബ്ബേ, ഈ സൃഷ്ടിയെ, ഈ മനുഷ്യനെ അന്ത്യനാൾ വരെ വഴിതെറ്റിക്കാൻ എനിക്ക് അനുമതി തരണം. പടച്ച റബ്ബ് അനുമതി കൊടുത്തു. ഇബ്ലീസ് തൻ്റെ ജോലി തുടങ്ങി. സ്വർഗത്തിലായിരിക്കുന്ന ആദം അലൈഹിസ്സലാത്തു വസ്സലാമയുടെയും ഹവ്വാ ബീവിയുടെയും അടുത്തേക്ക് ഇബ്ലീസ് കടന്നു ചെന്നു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളോടൊരു കായ്കനി കഴിക്കണ്ട എന്ന് പറഞ്ഞില്ലേ? ആ കായ്കനി നിങ്ങൾ കഴിച്ചാൽ നിങ്ങൾക്ക് കാലാകാലം നിങ്ങൾക്ക് സ്വർഗത്തിൽ താമസിക്കാം. ആർക്കുമില്ലാത്ത അധികാരം നിങ്ങൾക്കു തരാം. പിശാചിൻ്റെ, ഇബ്ലീസിൻ്റെ പ്രലോഭനങ്ങളിൽ അവിടെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമയും നമ്മുടെ ഉമ്മ ഹവ്വാ ബീവിയും പെട്ടുപോയി, വശംവദരായി. അവരാ കായ്ക്കനി ഭക്ഷിച്ചു. ഫലത്തിൽ എന്തു സംഭവിച്ചു? സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. അവർ ദുനിയാവിലേക്ക് വന്നു. ദുനിയാവിലെത്തി ആദം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് മക്കളുണ്ടായി.
അവർക്ക് മക്കളുണ്ടായി. തുടരെ അങ്ങനെ ഒരുപാട് വലിയ ജനസമൂഹങ്ങളും ജനസഞ്ചയങ്ങളും ഉണ്ടായി. ഇങ്ങനെ മനുഷ്യർ ഒരുപാട് കൂടിയപ്പോൾ മനുഷ്യർക്കിടയിൽ പതിയെ തിന്മകളുണ്ടായി, വൃത്തികേടുകളുണ്ടായി, അനാവശ്യ കാര്യങ്ങളുണ്ടായി. പടച്ച റബ്ബിനെ മറക്കാൻ തുടങ്ങി. ആളുകൾ പടച്ച റബ്ബിനെ മറക്കുന്ന സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെ പറഞ്ഞയച്ചു? പ്രവാചകന്മാരെ പറഞ്ഞയച്ചു. തെറ്റിൽ ആപതിച്ചു കിടക്കുന്ന, തിന്മകളിൽ മുഴുകി നിൽക്കുന്ന മനുഷ്യർക്ക് ഇസ്ലാമിൻ്റെ വെളിച്ചം പകരാൻ പ്രവാചകന്മാര് കടന്നു വന്നു. അവര് മനുഷ്യനെ കുറിച്ച് പഠിപ്പിച്ചു. എന്തിനാണ് മനുഷ്യനെ പടച്ച റബ്ബ് സൃഷ്ടിച്ചത് എന്ന് പ്രവാചകന്മാർ ഈ ലോകത്തെ മുഴുവൻ മനുഷ്യരെയും പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അത് എടുത്തു പറയുന്നുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി. എന്നെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിട്ടില്ല. ഇതിൻ്റെ കൂടെ പ്രവാചകന്മാർ അവരെ പഠിപ്പിച്ചു, മനുഷ്യ നിങ്ങൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്, പക്ഷേ നിങ്ങൾ മരിക്കും. നിങ്ങൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതോടുകൂടി അവസാനിക്കുന്നതല്ല. ഇതിനപ്പുറത്ത് നിങ്ങൾ വീണ്ടും പുനർജനിക്കും. നിങ്ങൾ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ ദുനിയാവിൽ നിങ്ങൾ നന്മകൾ ചെയ്തുവോ എങ്കിൽ മരണപ്പെട്ട് കഴിഞ്ഞ് വീണ്ടും പരലോകത്ത് വരുമ്പോൾ നിങ്ങൾക്ക് വിജയിക്കാൻ കഴിയും. നിങ്ങളുടെ ഇഹലോകവാസത്തിൽ തിന്മകളാണോ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത് എങ്കിൽ പരലോകത്ത് നിങ്ങൾ വിരൽ കടിക്കേണ്ടി വരും, പരലോകത്ത് നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അതല്ലേ വിശുദ്ധ ഖുർആൻ വീണ്ടും ഓർമ്മപ്പെടുത്തി, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. ജീവിതം തന്ന പടച്ച റബ്ബ് തന്നെയാണ് മരണവും സൃഷ്ടിച്ചത്. എന്തിനു വേണ്ടി? ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. എന്താണ് പടച്ച റബ്ബിന്റെ പരീക്ഷണം? അയ്യുക്കും അഹ്സനു അമല. ആരാണ് ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത്? ആരാണ് ഏറ്റവും നന്നായി സൽപ്രവർത്തനത്തിൽ മുഴുകി തൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുന്നവൻ ആരാണ് എന്ന് നോക്കുവാൻ വേണ്ടി പടച്ച റബ്ബത മരണത്തെയും ജീവിതത്തെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. മനുഷ്യരിൽ ഒരുപാട് തിന്മകൾ വരുന്നു. ചെറിയ പാപങ്ങളുണ്ട്, വലിയ പാപങ്ങളുണ്ട്. പാപങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ പാപം ഏതാണ്? പ്രിയപ്പെട്ട മക്കളെ, നമ്മളെപ്പോലെയുള്ള ഒരു മകൻ്റെ ഒരു സന്തതിയുടെ കഥ വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ മകൻ്റെ പേര് ഖുർആനിലില്ല, പക്ഷേ ആ മകൻ്റെ വാപ്പയുടെ പേര് ഖുർആനിലുണ്ട്. ആ മകൻ്റെ വാപ്പയുടെ പേരിൽ ഒരു അധ്യായം തന്നെ വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. എന്ന് വച്ചാൽ വിശുദ്ധ ഖുർആൻ ഒരു വാപ്പയുടെയും മകൻ്റെയും കഥ പറഞ്ഞു തന്നു. ആ വാപ്പ മകനെ വിളിച്ചുകൊണ്ട് ഉപദേശിക്കുന്ന ചില ഉപദേശങ്ങൾ പഠിപ്പിച്ചു തന്നു. നമ്മളൊക്കെ മദ്രസയിൽ നിന്ന് ചെറിയ കുഞ്ഞുങ്ങളായിരിക്കേ പഠിച്ചിട്ടുണ്ടത്. യാ ബുനയ്യ, പൊന്നുമോനെ പറയ്, യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്, മോനെ അല്ലാഹുവിൽ പങ്കു ചേർക്കരുത്, അല്ലാഹുവിൽ നിങ്ങൾ സമന്മാരം ഉണ്ടാക്കരുതേ. എന്തേ കാരണം? ഇന്ന ശിർക ലദുൽമുൻ അദീം, തീർച്ചയായിട്ടും ശിർക്ക് മഹാ അക്രമമാകുന്നു, ശിർക്ക് മഹാപാതകമാകുന്നു, വമ്പിച്ച അക്രമമാകുന്നു ശിർക്ക്. അതുകൊണ്ടാണ് വീണ്ടും വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും, വഖലാ റബ്ബുക, നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു. നമ്മളോട് പറയാൻ, വഖലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെയല്ലാതെ ആരാധിക്കരുതെന്ന് നിന്റെ രക്ഷിതാവിതാ വിധിച്ചിരിക്കുന്നു. വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയ വിഷയമാണ്. പ്രിയപ്പെട്ട മക്കളെ, തിന്മകളെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. ആ തിന്മകളുടെ പരിണിത ഫലങ്ങളെ കുറിച്ച് നാം ചർച്ച ചെയ്യുന്നു. അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മാറുവാനാണ് ഈ ഹൈസക്കിലേക്ക് നമ്മൾ വന്നിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാചകമെന്ന് പറയുന്നത്, പാപമെന്ന് പറയുന്നത് അത് ശിർക്കാണ്. ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ എന്താ സംഭവിക്കുക? ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ വന്നാൽ പ്രിയപ്പെട്ട മക്കളെ എന്തു സംഭവിക്കും? വിശുദ്ധ ഖുർആൻ തന്നെ ഓർമ്മപ്പെടുത്തി, വലൗ അശ്റകൂ, അവര് പങ്കുചേർച്ചാൽ ലഹബിത അൻഹും മാ കാനൂ യഅമലൂൻ, അവരെന്തു പ്രവർത്തിച്ചോ അതെല്ലാം നിഷ്ഫലമായി പോകും,
അതെല്ലാം പൊളിഞ്ഞു പോകും. നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട്, നമസ്കരിച്ചിട്ടുണ്ട്, നമ്മൾ നോമ്പെടുത്തിട്ടുണ്ട്, സുന്നത്ത് നോമ്പുകൾ എടുത്തിട്ടുണ്ട്, ഹൈസക്കിന് വന്നിരുന്നിട്ടുണ്ട്, ഒരുപാട് പ്രാർത്ഥനകളും ദിക്റുകളും ചെല്ലുന്നുണ്ട്. പക്ഷേ ശിർക്ക് ജീവിതത്തിൽ വന്നോ എല്ലാം പൊളിയും, എല്ലാം പൊളിഞ്ഞു പോകും. എല്ലാ നന്മകളും ഇല്ലാതെ, ഒന്നുമില്ലാതെ നരകത്തിലേക്ക് പോകുന്നവരായി നമ്മൾ മാറും ശിർക്ക് നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ. വിശദമായി ഇൻഷാ അല്ലാഹ് വരും സെഷനുകളിൽ നമുക്ക് ശിർക്കിനെ കുറിച്ച് ചർച്ചയുണ്ട്. ഈ ശിർക്കിൻ്റെ കൂടെ ചേർത്തു പറഞ്ഞ മറ്റൊരു പാതകമുണ്ട്. തുടക്കത്തിൽ നമ്മൾ ഓതി വെച്ച ആയത്ത് വഖല്ലാ റബ്ബുക അല്ലാ തഅ്ബുദു ഇല്ലാ ഇയ്യാഹു, അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞത് എന്താ? വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന് നിന്റെ രക്ഷിതാവിതാ വിധിച്ചിരിക്കുന്നു. എൻ്റെ എല്ലാ മക്കളും, ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഇന്ന് ഹൈസക്കിന് വന്നപ്പോൾ എങ്ങനെയാണ് വീട്ടിൽ നിന്ന് വന്നത്? ഉമ്മയോട് സലാം പറഞ്ഞാണോ വന്നത്? ഉപ്പയോട് സലാം പറഞ്ഞാണോ വന്നത്? ഉമ്മക്കൊരു മുത്തം കൊടുത്തിട്ടാണോ വന്നത്? അതല്ല, ഉമ്മയോട് കയർത്തു സംസാരിച്ച് ദേഷ്യപ്പെട്ട് നിങ്ങൾ എന്തിനാണ് എന്നെ നിർബന്ധിക്കുന്നത് എന്ന് പറഞ്ഞ് ദേഷ്യം കാണിച്ചുകൊണ്ടാണോ പ്രിയപ്പെട്ടവരെ നമ്മൾ വന്നത്? പാടില്ല. ഹൈസക്കിന് വരുന്നൊരു MS ഉമ്മുകാരൻ്റെ ജീവിതത്തിൽ പാടില്ല. വിശുദ്ധ ഖുർആൻ ബാക്കി പറഞ്ഞത് എന്തെന്നറിയോ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. നമ്മുടെ ഉമ്മയൊക്കെ എന്നും ഇതേപോലെ ഉണ്ടാവൂല. നമ്മുടെ ഉമ്മക്ക് പ്രായമാവും, നമ്മുടെ ഉപ്പക്ക് പ്രായമാവും. വിശുദ്ധ ഖുർആൻ പറയാണ്, ഉമ്മയും ഉപ്പയും പ്രായം ചെന്ന് വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ച് അവരിൽ ഒരാളോ അല്ലെങ്കിൽ രണ്ടുപേരോ നിങ്ങളുടെ കൂടെ ഉണ്ടാകുന്ന സമയത്ത് ഫലാ തകുല്ലഹുമാ ഉഫ്ഫിൻ വലാ തൻഹറുഹുമാ, നിങ്ങൾ ഛേ എന്ന് പോലും പറയരുതേ. വാപ്പക്ക് പ്രായം ചെന്നാൽ ചിലപ്പോൾ വാപ്പ പറയുന്നത് നമുക്ക് പറ്റൂല. വാപ്പ ടെക്നിക്കലി നമ്മളുടെ അത്ര വളർന്നിട്ടില്ല എന്ന് മക്കൾക്ക് തോന്നിപ്പോകും. ഉമ്മ പറയുന്നത് പറ്റൂല. ഉമ്മ നിങ്ങൾ ഇപ്പോഴും ആ പഴയ കാലത്താണോ? ഇതൊക്കെ ഞങ്ങളെ കാലാണ്, ഞങ്ങളിതൊക്കെ മാറി. ഞങ്ങളുടെ സ്കൂളിലൊക്കെ എന്തൊക്കെ പരിപാടികളുള്ളത്, ഞങ്ങളുടെ സ്കൂളുകളിലൊക്കെ എന്തൊക്കെ പരിപാടി ഉണ്ട്. നിങ്ങൾ ഇപ്പോഴും നിങ്ങളെ പഴയ LP സ്കൂളിലെ കഥ പറഞ്ഞ് നടക്കുകയാണോ? ഉമ്മയോട് തിരിച്ചു ചോദിക്കാൻ പാടില്ല. ചിലപ്പോ വാപ്പ ഒന്ന് തുപ്പും. ആ തുപ്പല് വീടിൻ്റെ പുറത്തേക്ക് എത്താതെ ആ വരാന്തയിലോ അല്ലെങ്കിൽ വീടിൻ്റെ കൊലായിലെ തിണ്ണയിലോ കിടക്കും. ഛേ പറയരുത്. ഉമ്മയെ പൊന്നുപോലെ നോക്കും. ചിലപ്പോൾ ഉമ്മ കിടപ്പിലാകുമ്പോ ആ ഉമ്മ മൂത്രമൊഴിച്ചത് കഴുകേണ്ടി വരും മക്കളെ ചിലപ്പോ. എന്നാലും പറയരുതേ ഉഫിൻ, ഛേ എന്ന വാക്കുപോലും പറയരുതേ. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി. എന്നിട്ട് ചേർത്ത് പറയാണ്, വകുല്ലഹുമാ ഖൗലൻ കരീമാ, മാന്യമായ വാക്ക് പറയണം. മാന്യമായ വാക്ക് പറയണം. മാന്യമായ വാക്ക്. നിങ്ങളൊന്ന് പോയി കാണിയോടുന്ന്, നിങ്ങൾക്ക് തന്നെ പറയാനുള്ളൂ. ഉമ്മയോട് കയർത്തു സംസാരിക്കാത്ത എത്ര മക്കളുണ്ട്? ഉമ്മയോട് ദേഷ്യപ്പെട്ടു സംസാരിക്കാത്ത എത്ര മക്കളുണ്ട്? ഇന്ന് ഹൈസക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ ചെന്നിട്ട് ഉമ്മാനോട് ചോദിക്കണം, ഉമ്മ നിങ്ങളോട് ഞാൻ വല്ലതും എതിർത്ത് സംസാരിച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങൾ പുറത്തു തരണട്ടോ എന്ന് ഉമ്മയോട് പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ചോദിക്കണം. എന്തേ കാരണം എന്നറിയോ? നമ്മെക്കുറിച്ച് നമ്മുടെ ഉമ്മ, നമ്മുടെ ഉപ്പ തൃപ്തിയുള്ള രൂപത്തിലാണോ? അള്ളാഹുവിൻ്റെ ഇഷ്ടം നമുക്കുണ്ടാകും. നമ്മെക്കുറിച്ച് നമ്മുടെ ഉമ്മക്കോ ഉപ്പക്കോ പരാതിയാണുള്ളതെങ്കിൽ, ദേഷ്യമാണുള്ളതെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദേഷ്യം നമ്മുടെ കൂടെയുണ്ടാകും. ഞാനൊരു മറ്റൊരു കഥ കൂടി പറയട്ടെ. ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ കഥയാണ്. ബനൂ ഇസ്രായേലിൽ ജീവിച്ചിരുന്ന നല്ല ഭക്തനായിരുന്നൊരു മനുഷ്യനാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം എന്താ ചെയ്തു എന്നറിയോ? തൻ്റെ വീടിൻ്റെ കുറച്ചപ്പുറത്തുള്ളൊരു മലയുടെ മുകളിൽ, ഒരു പർവ്വതത്തിൻ്റെ മുകളിൽ ഒരു കുടില് കെട്ടി, മൺകുടില് കെട്ടി. ശരിക്കും ശ്രദ്ധിക്കണേ, മൺകുടില് കെട്ടിയിട്ട് അവിടെ ആരാധനകളിൽ കഴിഞ്ഞു കൂടുകയാണ് ജുറൈജ് റളിയല്ലാഹു അൻഹു. നമസ്കരിച്ചു കൊണ്ടേയിരിക്കും, റബ്ബിനോട് പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കും. ഈ ജുറൈജിനെ കാണാൻ വേണ്ടിയിട്ട് ജുറൈജിൻ്റെ ഉമ്മ ഒരിക്കൽ, പ്രായം ചെന്ന ഉമ്മയാണ്,
ഉമ്മ പ്രയാസപ്പെട്ട് ആ മലമുകളിലേക്ക് കയറി വന്ന് ജുറൈജിനെ വിളിച്ചു. ആ സമയത്ത് ജുറൈജ് റളിയല്ലാഹു അൻഹു നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ജുറൈജ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസ്വലാത്തി, പടച്ചോനെ എൻ്റെ നമസ്കാരം, എൻ്റെ ഉമ്മ. ഉമ്മ കുറേ വിളിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിക്കുക ആയതുകൊണ്ടാട്ടോ മറുപടി കൊടുക്കാഞ്ഞത്. ഉമ്മക്ക് വിഷമായി, ഉമ്മ തിരിച്ചുപോയി. രണ്ടാമത്തെ ദിവസവും ഇതേപോലെ മകൻ്റെ കൂടെ ഒന്ന് സംസാരിച്ചിരിക്കാൻ ആ ഉമ്മ ആ കുന്നും മലയും കയറി ആ മൺകുടിലെത്തി. അപ്പോഴും ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴും പറഞ്ഞു, യാ റബ്ബി ഉമ്മി വസ്വലാത്തി, പടച്ചോനെ എൻ്റെ ഉമ്മ, എൻ്റെ നമസ്കാരം. എന്നിട്ട് ജുറൈജ് റളിയല്ലാഹു അൻഹു മറുപടി കൊടുത്തില്ല. ആ ഉമ്മ വിഷമിച്ചുകൊണ്ട് മടങ്ങിപ്പോയി. മൂന്നാമതും ആ ഉമ്മ മല കയറി വന്നു ജുറൈജിനെ കാണാൻ. ജുറൈജ് റളിയല്ലാഹു അൻഹു അപ്പോഴും നമസ്കരിക്കുക. ആലോചിച്ച് നോക്കി, എന്തൊരു നമസ്കാരത്തിൻ്റെ ആളാണ്, എന്തൊരു ഭക്തനാണ്. പക്ഷേ മൂന്നാമത്തെ സന്ദർഭത്തിൽ ആ ഉമ്മ തിരിച്ചു മടങ്ങി പോകുമ്പോൾ ഒരു വാക്ക് പറഞ്ഞു. എന്താണ് ആ പറഞ്ഞ വാക്ക് എന്നറിയോ? ഒരു വേശ്യയുടെ മുഖം കാണാതെ ജുറൈജ് മരിക്കൂല. ആ ഉമ്മ മടങ്ങിപ്പോയി. പിന്നീട് എന്താ ചരിത്രത്തിൽ സംഭവിച്ചെന്നറിയോ? ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഭക്തിയെക്കുറിച്ച്, ഈമാനിനെ കുറിച്ച് നാട്ടിലൊക്കെ വല്ലാതെ പറഞ്ഞു. ആ ജുറൈജ് നല്ല ഭക്തനാണ്, നല്ല മുത്തക്കിയാണ് എന്നൊക്കെ ആളുകൾക്കിടയിലൊക്കെ പരന്നു. അതിനിടയിൽ മോശപ്പെട്ട സ്വഭാവമുള്ള ഒരു സ്ത്രീ പറഞ്ഞു, ഞാൻ ജുറൈജിനെ വഴിതെറ്റിക്കും. ആ സ്ത്രീ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലെത്തിയിട്ട് മോശപ്പെട്ട രൂപത്തിൽ ഇടപെടാൻ ശ്രമിച്ചു. പക്ഷേ ജുറൈജ് റളിയല്ലാഹു അൻഹു വഴങ്ങിയില്ല. ആ സ്ത്രീയുടെ ആവശ്യത്തിന് മുന്നിൽ ജുറൈജ് റളിയല്ലാഹു അൻഹു വഴങ്ങിയില്ല. പക്ഷെ ആ സ്ത്രീ മടങ്ങിപ്പോകുന്നതിനിടയിൽ ഒരു ആട്ടിടയൻ, നമ്മൾ പറഞ്ഞല്ലോ ഇങ്ങനെ കുന്നും മലകളൊക്കെ ആണെന്ന്, ഒരു ആട്ടിടയൻ്റെ കൂടെ ശരീരം പങ്കിട്ട് ആ സ്ത്രീ ഗർഭിണിയായി. ആ സ്ത്രീ പ്രസവിച്ചു. ആളുകൾ ചോദിച്ചു, അല്ല, ഈ ദുർനടപ്പുകാരിയായ നിനക്കുണ്ടായ ഈ മകന്റെ പിതാവാരാണ്? ആ സ്ത്രീ ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേര് പറഞ്ഞു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കഥയാണ് കേട്ടോ, ഞാൻ ഉണ്ടാക്കി പറയുന്നതല്ല. ആളുകൾ മുഴുവൻ ആ മലമുകളിലേക്ക് വന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ മൺകുടിൽ തച്ചു തകർത്തു. ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ ഉപദ്രവിച്ചു. ഇതായിരുന്നുവല്ലേ ഭക്തിയുടെ പിറകിൽ ഇതായിരുന്നുവല്ലേ പണി? ജുറൈജ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. ജുറൈജ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്ക് ഒന്ന് നിസ്കരിക്കണം. ജുറൈജ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, ആ കുട്ടിനെ അങ്ങോട്ട് കൊണ്ടുവരി, ആ കുഞ്ഞിനെ കൊണ്ടുവരൂ. ജുറൈജ് റളിയല്ലാഹു അൻഹു ആ കുഞ്ഞിനെ കൊണ്ടുവന്നപ്പോൾ കുഞ്ഞിന്റെ വയറ്റത്തൊന്ന് തൊട്ടിട്ട് ചോദിച്ചു, മൻ അബൂക, നിന്റെ വാപ്പയാരാണ്? തൊട്ടിലിൽ കിടക്കുന്ന കുട്ടി സംസാരിച്ചു, എൻ്റെ വാപ്പ ഇന്ന ആട്ടിടയനാണ്. ഇസ്ലാമിക ചരിത്രത്തിൽ ഈ ലോകത്ത് തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച 3 കുട്ടികളുടെ കഥയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തന്നത്. അതിലൊന്ന് ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട കുട്ടിയാണ്. ആ മൺകുടിൽ തച്ചുടച്ച ആളുകൾ പറഞ്ഞു, ജുറൈജ്, ഞങ്ങൾക്ക് തെറ്റുപറ്റി, ഞങ്ങളൊരു സ്വർണത്തിൻ്റെ കുടില് കെട്ടിത്തരാം. ജുറൈജ് പറഞ്ഞു, വേണ്ട, നിങ്ങൾ തച്ചു തകർത്ത മൺകുടിൽ പകരം പണിതു തന്നാൽ മതി. കഥ കഴിഞ്ഞു. പക്ഷെ ഇതിൽ നിന്ന് എന്തു മനസ്സിലായി നിങ്ങൾക്ക്? ഉമ്മയോടുള്ള കടമ അത് തൻ്റെ ഭക്തിയുടെ പേരിലാണെങ്കിലും ഉമ്മയുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ട്. ഉമ്മ നമുക്കെതിരെ പ്രാർത്ഥിച്ചാൽ അത് പ്രിയപ്പെട്ട മക്കളെ, അത് നമ്മെ വന്ന് ബാധിക്കും. ജുറൈജ് റളിയല്ലാഹു അൻഹു ഒരു ഭക്തനായിട്ടും തൻ്റെ യാത്രകൾ മുഴുവൻ, തൻ്റെ ജീവിതം മുഴുവൻ നമസ്കരിക്കുവാനും പ്രാർത്ഥിക്കുവാനും വേണ്ടി മാറ്റിവെച്ചിട്ടും ഉമ്മയൊന്ന് എതിർത്തു പ്രാർത്ഥിച്ചു ജുറൈജ് റളിയല്ലാഹു അൻഹുവിൻ്റെ ജീവിതത്തിൽ. പക്ഷെ പടച്ച റബ്ബ് ആ ജുറൈജ് റളിയല്ലാഹു അൻഹുവിനെ സംരക്ഷിച്ചുവെങ്കിലും ഉമ്മയുടെ പ്രാർത്ഥന ഫലിച്ചു. പ്രിയപ്പെട്ട മക്കളെ, ഉമ്മ നമുക്കെതിരായാൽ, ഉപ്പ നമുക്കെതിരായാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ നഷ്ടമാണ്. സമഖ്ശരി റഹിമഹുള്ളയുണ്ട്, വളരെ പ്രധാനപ്പെട്ട ഒരു പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നുണ്ട്. അദ്ദേഹം കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ ഒരു കുരുവിയുമായി കളിക്കുകയാണ്. കുരുവി ഉണ്ടല്ലോ, ഒരു കയ്യിലൊരു ചരടുണ്ട്, ഒരു നൂല്. ആ നൂലുമായി
കുരുവിയുടെ കാലിൽ ഇങ്ങനെ കെട്ടിയപ്പോ ആ കുരുവിക്കുഞ്ഞിൻ്റെ കാല് മുറിഞ്ഞു പോയി. ഇമാം സമഖ്ശരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ അനുഭവം പറയാണ്. ഇത് കണ്ട അദ്ദേഹത്തിൻ്റെ ഉമ്മ പറഞ്ഞു, നിന്റെ കാലും ഇങ്ങനെ മുറിഞ്ഞു പോവുമടാ, ആ കുരുവിയുടെ കാല് നീ മുറിച്ചു കളഞ്ഞില്ലേ? സമഖ്ശരി റഹിമഹുല്ല പറഞ്ഞെന്തറിയോ, ഞാനിങ്ങനെ വളർന്നു വന്നപ്പോൾ എൻ്റെ കാലിന് അസുഖം ബാധിച്ചു, എൻ്റെ കാലുകൾ മുറിച്ചു മാറ്റേണ്ടി വന്നു. എൻ്റെ ഉമ്മയുടെ പ്രാർത്ഥനയാണത്. നമ്മൾ എത്ര ഭക്തരാണെങ്കിലും, MSMൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും, സ്റ്റുഡൻസ് വിങ്ങിന്റെ ഭാഗമാണെങ്കിലും, ഉമ്മയുടെ ദേഷ്യം നമ്മിലുണ്ടോ? നശിച്ചു പോകും നമ്മൾ. പ്രിയപ്പെട്ട മക്കളെ, ഇന്നും അടങ്ങിച്ചെന്ന് ഉമ്മയോട് ചോദിക്കണം, ഉമ്മ ഞാൻ പറഞ്ഞതിൽ, ഉപ്പ ഞാൻ ചെയ്തതിൽ നിങ്ങൾക്ക് വല്ല വിഷമവുമുണ്ടോ? എങ്കിൽ പൊറത്തു തരണമെന്ന് പറയാൻ പ്രിയപ്പെട്ട മക്കളെ നമ്മെ കൊണ്ട് സാധിക്കേണ്ടതുണ്ട്. ഒന്ന് നമ്മൾ ശിർക്കിനെ പറ്റി പറഞ്ഞു, മാതാപിതാക്കളെ ആക്രമിക്കുന്നതിനെ പറ്റി പറഞ്ഞു. മാതാപിതാക്കളെ നമ്മൾ ആക്രമിക്കൂല, നമ്മൾ ഉമ്മാനെ നമ്മൾ എന്തേലും ഉപദ്രവിക്കോ ഇല്ല. പക്ഷെ അത് എപ്പോഴാ സംഭവിക്കുക എന്നറിയോ? ഒന്നുകിൽ ബുദ്ധി ഇല്ലാതാവണം, മാനസിക രോഗിയാവണം, അപ്പൊ മാതാവിനെയും പിതാവിനെയും തിരിച്ചറിയില്ല. അല്ലെങ്കിൽ ലഹരിക്കടിമപ്പെടണം. ലഹരിക്കടിമപ്പെട്ടാൽ ഉമ്മയെയും ഉപ്പയെയും അറിയില്ല. തൃശ്ശൂരിലൊരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചു. നല്ല ഒരു പയ്യനായിരുന്നു അത്രേ. ലഹരി ഉപയോഗിക്കാൻ പണം തരില്ലെന്ന് പറഞ്ഞപ്പോ വെല്ലുമ്മയുടെയും വെല്ലുപ്പയുടെയും കഴുത്തറുത്ത്, ആ വെല്ലുമ്മയുടെ മാലയ്ക്ക് വേണ്ടി വെല്ലുമ്മയുടെ കഴുത്തറുക്കുന്ന മക്കളുണ്ടാകുന്നത് ലഹരി ബാധിക്കപ്പെടുമ്പോഴാണ്. ലഹരി വലിയ പാതകമാണ് പ്രിയപ്പെട്ടവരെ. നമ്മൾ അറിയാതെ നമ്മുടെ ജീവിതത്തിലേക്ക് വരും. ഒരുപക്ഷെ വന്നേക്കാം. പക്ഷെ വിശ്വാസത്തിന്റെ കരുത്തുകൊണ്ട് തടയിടാൻ കഴിയണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തശ്റബിൽ ഖംറ, നിങ്ങൾ കള്ള് കുടിക്കരുതേ, നിങ്ങൾ ലഹരി ഉപയോഗിക്കരുതേ. എന്തേ കാരണം? ഫഇന്നഹാ, തീർച്ചയായിട്ടും അത് മിഫ്താഹു കുല്ലി ശർറിൻ, എല്ലാ ഷർറിന്റെയും താക്കോലാണ്. ലഹരി ഉപയോഗിച്ചോ? നമ്മൾ അങ്ങാടിയിൽ കണ്ടിട്ടില്ലേ കള്ള് കുടിച്ച് പാമ്പായി കിടക്കുന്ന ആളുകളെ? കള്ള് കുടിച്ച് എന്തും തോന്നിവാസം പറയുന്ന ആളുകള്, കള്ള് കുടിച്ച് ബുദ്ധിയെ മറച്ചു കഴിഞ്ഞാൽ, ലഹരി ഉപയോഗിച്ച് ബുദ്ധി മറഞ്ഞു കഴിഞ്ഞാൽ അവൻ മനുഷ്യനല്ലാതായി മാറും. അവന്റെ ജീവിതത്തിൽ പിന്നെ അവന് തോന്നിയ രൂപത്തിലായി മാറും. അതുകൊണ്ട് ഇസ്ലാം പറയുന്നു ഹറാം, ലഹരി ഉപയോഗിക്കുന്നു ഹറാമാണ്. അതെന്തിന്റെ പേരിലായാലും ശരി. അതിപ്പോ ഒരു പഫല്ലേ, അതൊരു വൈബല്ലേ, അതൊരു ഫ്ലേവർ അല്ലേ, അതിന് സ്മെല്ലൊന്നും ഉണ്ടാവൂല. ഇല്ല, എന്തു പേരിൽ പറഞ്ഞാലും പ്രിയപ്പെട്ട മക്കളെ ഹറാമാണ്. അതെത്ര കുറച്ചുപയോഗിച്ചാലും പ്രിയപ്പെട്ടവരെ ഹറാമാണ്. പല മക്കളും ഇതിൽ ചെന്നു ചാടുന്നത് എപ്പോഴെന്നറിയോ? സ്കൂളിൽ നിന്ന് ടൂർ പോകുമ്പോ, കല്യാണത്തിന്റെ തലേന്ന്, കുടുംബത്തിലെ കല്യാണത്തിന്റെ തലേന്ന് ഒരുത്തൻ എന്തോ ഒരു സെറ്റപ്പുമായി വന്ന് വിളിച്ചു കൊണ്ടുപോയി, ആരും കാണൂല, ഇതൊന്നും കുഴപ്പമില്ല, അതൊക്കെ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ശരിയാവുക ചോദിച്ച് തുടങ്ങി. ടൂറിന് പോയപ്പോ തുടങ്ങി. പിന്നീട് അവസാനിപ്പിക്കാൻ കഴിയാത്ത വിധം ലഹരിക്കടിമപ്പെട്ടു പോകുന്ന മക്കളുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മൾ ആ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇനി ഉണ്ടായാൽ എന്താ സംഭവിക്കുക? ഒരൊറ്റ തവണ ഒരാൾ ലഹരി ഉപയോഗിച്ചാൽ 40 ദിവസത്തെ നമസ്കാരം പോവും. 40 ദിവസത്തെ നമസ്കാരം പടച്ച റബ്ബ് സ്വീകരിക്കൂല. ആലോചിച്ച്, നമസ്കാരം എന്ന് പറഞ്ഞാൽ എന്താ? നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, ലുക്മാൻ അലൈഹി സ്വലാത്തു വസ്സലാമയും അവിടുത്തെ മകനും തമ്മിലുള്ള സംസാരത്തെ പറ്റി പറഞ്ഞപ്പോ, യാ ബുനയ്യ അഖ്മിസ് സ്വലാത്ത്, മോനെ നമസ്കാരം നിലനിർത്തണേ. പൊന്നു മോനെ വിളിച്ചിട്ട് പറയാണ് നമസ്കാരം നിലനിർത്തണേ. ഒരു മനുഷ്യൻ വിശ്വാസിയാണോ അവിശ്വാസിയാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാ? അവനിട്ട ഡ്രസ്സിന്റെ നിറം നോക്കി അറിയില്ല, തലയിലിട്ട ഷാളിന്റെ നിറം നോക്കി അറിയില്ല, ശൈലി നോക്കി അറിയില്ല. മറിച്ച് നമസ്കാരമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി. ഇനി ഓരോരുത്തരും ആലോചിക്കുക, സ്കൂളിൽ സ്പോർട്സ് ഉണ്ടായപ്പോ നിസ്കാരം ഒഴിവാക്കി. സ്പോർട്സ് അല്ലേ കുഴപ്പമില്ല. ആർട്സ് ഉണ്ടായപ്പോ എന്തോ ഒരു ആട്ടത്തിന് വേണ്ടി, ഒപ്പനക്ക് വേണ്ടി മേക്കപ്പ് ഇട്ടു.
നിസ്കരിക്കാൻ വേണ്ടി വുളു എടുത്താൽ മേക്കപ്പ് പോകും. സ്റ്റേജിന്റെ ബാക്കിൽ കാത്തിരുന്നു. അസറും കഴിഞ്ഞു ളുഹർ പോയി, മഗ്രിബും കഴിഞ്ഞ് അസറും പോയി. ഇല്ല, നമ്മൾ അത്തരക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടാകാൻ പാടില്ല. കുടുംബത്തിലെ കല്യാണത്തിൻ്റെ തലേന്ന് കുടുംബക്കാരൊക്കെ കണ്ടു, അന്ന് പള്ളി മറന്നു, മഗ്രിബുമില്ല ഇശാവുമില്ല, രാത്രി 12 മണി വരെ കല്യാണപ്പന്തലിൽ ഉണ്ടായിരുന്നു. പക്ഷേ നമസ്കാരത്തെക്കുറിച്ച് മറന്നുപോയി. വെള്ളിയാഴ്ച ദിവസം സ്കൂള് കുറച്ച് അധിക സമയം കിട്ടും, ഉച്ചയ്ക്ക് ഒരുപാട് സമയം കിട്ടും. പൈസ ഒരുമിച്ച് കൂട്ടി മന്തി അടിക്കാൻ പോയി, ഷെയർ ചെയ്ത് മന്തി വാങ്ങാൻ പോയി. കഴിച്ച് തിരിച്ചു വന്നപ്പോൾ ജുമഅൻ്റെ സമയമൊക്കെ കഴിഞ്ഞ ആളുകൾ ചെരുപ്പിട്ട് ഇറങ്ങിപ്പോരുന്നതാ കാണുന്നത്. കൂട്ടത്തിൽ ഇറങ്ങിപ്പോന്നു. ജുമഅ കിട്ടിയില്ല. അഥവാ കിട്ടിയാൽ തന്നെ പള്ളിയുടെ ചവിട്ടിയിലും പള്ളിയുടെ കോണിപ്പടിയിലും നിന്ന് നമസ്കരിക്കുന്നവരായി ഹൈസക്കിന് വന്ന മക്കളെ നിങ്ങൾ മാറാൻ പാടില്ല. നമസ്കാരം എന്നത് അത്രയധികം പ്രാധാന്യമുണ്ട്. ഉപേക്ഷിച്ചാൽ എന്താ സംഭവിക്കാന്നറിയോ? വിശുദ്ധ ഖുർആനിൽ നരകത്തിലെ ഒരു കൂട്ടം ആളുകളുടെ സംസാരത്തെ പറ്റി പറഞ്ഞു. സ്വർഗത്തിലുള്ള ആളുകൾ നരകത്തിലുള്ള ആളുകളോട് ചോദിക്കുകയാണ്, മാ സലഖകും ഫീ സഖർ, നിങ്ങളെന്തേ ഈ കത്തിയാളുന്ന നരകത്തിൽ നിങ്ങൾ പെട്ടുപോയി? അവർ തിരിച്ചു പറയുന്ന മറുപടിയുണ്ട്, ഖാലൂ ലം നകു മിനൽ മുസല്ലീൻ, ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. എന്താ കാരണം പറഞ്ഞത്? ഞങ്ങൾ നമസ്കരിക്കുന്നവരായിരുന്നില്ല. നമസ്കാരം ഉപേക്ഷിച്ചാൽ പ്രിയപ്പെട്ട മക്കളെ, നമ്മെ കാത്തിരിക്കുന്നത് നരകമാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവണം. പലപ്പോഴും സാഹചര്യം ഉണ്ടായിട്ടുണ്ട്, നമുക്ക് നമസ്കരിക്കണം എന്ന് തോന്നും. ടൂറ് പോയപ്പോൾ, ബാങ്ക് കൊടുത്തപ്പോൾ, പള്ളിയോട് ചേർന്നൊരു ചായക്കട കണ്ടപ്പോൾ നമുക്കിങ്ങനെ പറയാൻ തോന്നി, ഇവിടെ ഇറങ്ങിയാൽ ചായയും കുടിക്കാൻ നമസ്കരിക്കും ചെയ്യാം. പക്ഷെ നമ്മൾ പറഞ്ഞില്ല. എന്തേ കാരണം എന്നറിയോ? ഞാനിപ്പോൾ ഇത് പറഞ്ഞാലേ ഞാനൊരു മുത്തക്കിയാണ് എന്ന് പറഞ്ഞാലോ, ഓ വലിയൊരു മുത്തക്കി എന്ന് പറഞ്ഞാലോ. കുട്ടികൾ ഒരുമിച്ച് ചേർന്ന് വെള്ളിയാഴ്ച ദിവസം ജുമഅ കട്ടാക്കി ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ നമ്മുടെ മനസ്സ് നമ്മോട് പറഞ്ഞു, വേണ്ടട്ടോ, പോണ്ട, പള്ളിയിലേക്ക് പോയിക്കോ. പക്ഷെ നമ്മൾ പറഞ്ഞില്ല. നമുക്ക് പറയാൻ വോയിസ് ഉണ്ടായിരുന്ന കൂട്ടുകാരനായിരുന്നു. നമ്മൾ പറയാ, ഇന്ന് വെള്ളിയാഴ്ച വേണ്ട, സ്കൂൾ കഴിഞ്ഞിട്ട് നമുക്ക് ആവാം എന്ന് നമ്മൾ പറഞ്ഞിരുന്നുവെങ്കിൽ പ്രിയപ്പെട്ട മക്കളെ, ആ ഒരു തിന്മ കൂട്ടുകാരിൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മളത് പറഞ്ഞില്ല. ഉപദേശിക്കേണ്ടിടത്ത് ഉപദേശിക്കാൻ, പറ്റില്ലെന്ന് പറയേണ്ടിടത്ത് പറ്റില്ലെന്ന് പറയാൻ പ്രിയപ്പെട്ടവരെ നമ്മെ കൊണ്ട് സാധിക്കണം. നേരത്തെ പറഞ്ഞില്ലേ, ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം മകനെ വിളിച്ചുകൊണ്ട് പറഞ്ഞതിൽ ഒന്നുകൂടി ചേർത്തു, വഅ്മുർ ബിൽ മഅറൂഫി വൻഹാ അനിൽ മുൻകർ. നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം. മോനെ, നമ്മെ പോലെയുള്ള പ്രായമുള്ള കുഞ്ഞിനോടാണ് ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, മോനെ നന്മ പറഞ്ഞു കൊടുക്കണം കേട്ടോ, തിന്മ പറ്റില്ല എന്ന് പറയാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, സ്കൂളുകളിൽ, ക്യാമ്പസുകളിലേക്ക് നാം മടങ്ങി ചെല്ലുമ്പോൾ അവിടെ നമ്മുടെ നന്മ പറയൽ കാത്തിരിക്കുന്ന, അതിനുവേണ്ടി ദാഹിച്ചിരിക്കുന്ന കൂട്ടുകാരുണ്ട്. അവർ ഹൈസക്കിന് വന്നിട്ടില്ല. അവരുടെ തിന്മകളിൽ അവരെ തടയാൻ കഴിയണം. അതുകൊണ്ടല്ലേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ, വെറുക്കപ്പെട്ട ഒരു ചീത്തയായ കാര്യം നിങ്ങളിൽ ആരെങ്കിലും കണ്ടാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഫൽയുഗയ്യിറുഹു ബിയദിഹി, നിങ്ങളുടെ കൈ കൊണ്ട് തടുക്കണം. അത് പറ്റില്ലെന്ന് പറയണം. അവന്റെ കൈ പിടിച്ച് പള്ളിയിലേക്ക് നടക്കാൻ കഴിയണം. ഇനി ചിലപ്പോൾ അതിന് കഴിയൂല, നമ്മൾ പറഞ്ഞാൽ കേൾക്കൂല. അത്തരം ആളുകളോട് എന്തു ചെയ്യണം? ഫഇല്ലം യസ്തതി ഫബിലിസാനിഹി, നാവ് കൊണ്ട് പറയണം. ചെങ്ങായിമാരെ, പള്ളിക്ക് പോയിക്കൂടെ? ഒന്ന് പള്ളിയിൽ നിന്ന് നിസ്കരിച്ചൂടെ? ഇല്ലെങ്കിൽ ആ സ്റ്റാഫ് റൂമിൽ സൗകര്യം ഉണ്ടല്ലോ, പെൺകുട്ടിയൊക്കെ നിസ്കരിക്കുക, അവിടുന്ന് നിസ്കരിച്ചൂടെ? എന്തിനെത്ര വാശി? ഒരു സോക്സ് എടുത്ത് വന്നാൽ പോരെ? ഒരു തട്ടം ബാഗിലിട്ട് വന്നാൽ പോരെ? അല്ലെങ്കിൽ അതിനനുസരിച്ച് യൂണിഫോം അടുപ്പിച്ചാൽ പോരെ? പറയേണ്ടിടത്ത് പോലും പറയാൻ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ആ രൂപത്തിലാകാൻ പാടില്ല. ഇനി ഒരാൾക്ക് പറയാനും കഴിയില്ല, പറഞ്ഞാൽ ചിലപ്പോൾ അടി കിട്ടുന്നുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതറിയോ? ഫബി ഖൽബിഹി,
ഹൃദയം കൊണ്ടെങ്കിലും, എന്ത് പോലെ അവസ്ഥലേ, ഹൃദയം കൊണ്ടെങ്കിലും പരിതപിക്കാൻ, മനസ്സുകൊണ്ടെങ്കിലും അവരിൽ നിന്ന് അകന്നു നിൽക്കാൻ പ്രിയപ്പെട്ട മക്കളെ കഴിയണം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഹദീസിന്റെ അവസാന ഭാഗത്തിൽ പറഞ്ഞു, വദാലിക അദ്അഫുൽ ഈമാൻ, അതാണ് ഈമാനിന്റെ ഏറ്റവും ദുർബലമായത്. മനസ്സുകൊണ്ടെങ്കിലും തിന്മയോട് എതിരാവുക. പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ നാവ് കൊണ്ട് നന്മ നേടിയെടുക്കുന്നതിനെ പറ്റിയാ പറഞ്ഞത്. നാവ് കൊണ്ട് തിന്മകൾ ചെയ്യുന്നവരുണ്ട്. നമ്മുടെ നാവ് നമ്മുടെ സ്വർഗമാണ്, നമ്മുടെ നരകമാണ്. നമ്മുടെ കൂട്ടുകാരനെ കളിയാക്കിയിട്ടില്ലേ? കൂട്ടുകാരന് ലേശം നിറം കുറവാ, കൂട്ടുകാരിയുടെ മുഖത്ത് ലേശം കുരുണ്ട്, കളിയാക്കിയില്ലേ? അവൻ്റെ കണ്ണിന് ഇങ്ങനെ ചെറിയൊരു പ്രശ്നമുണ്ട്, അവനെ കോങ്കണ്ണനെന്ന് വിളിച്ചില്ലേ? എല്ലാവർക്കും ഉമ്മാരും ഉപ്പാരും ഫോണ് കളിക്കാൻ കൊടുക്കൂ, അവന് കൊടുത്തില്ല. അതിൻ്റെ പേരിൽ അവനെ കളിയാക്കിയില്ലേ? സ്കൂളിൽ നിന്ന് ടൂറ് പോയപ്പോൾ എല്ലാവരും വന്നു, അവള് വന്നില്ല, അവളെ കളിയാക്കിയില്ലേ? ശരീരത്തെ ആക്ഷേപിച്ചില്ലേ? തടിയനെന്ന് വിളിച്ച് ആക്ഷേപിച്ചില്ലേ? മെലിഞ്ഞതായതിന്റെ പേരിൽ ആക്ഷേപിച്ചില്ലേ? പ്രിയപ്പെട്ട മക്കളെ, നാളെ പരലോകത്ത് നമ്മുടെ നാവ് നമുക്കെതിരാകും. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തറിയോ? 2 താടിയെല്ലുകൾക്കിടയിലുള്ളതിനെ ഒരാൾ പിടിച്ചു വെക്കുമെന്ന്, നാവിനെ ഒരാൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പു തന്നാൽ അവന് സ്വർഗം ഞാൻ ഉറപ്പു തരുന്നു എന്നാണ്. സ്വർഗം കിട്ടുന്ന പറഞ്ഞ് നാവിനെ നിയന്ത്രിച്ചു നിർത്തിയാൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലെ എത്ര ചെറുതാണെങ്കിലും, എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ഇതെല്ലാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. കളവ് പറയുന്ന മക്കളുണ്ട്. അധ്യാപകന്റെ മുന്നിൽ താൽക്കാലികമായി രക്ഷപ്പെടാൻ ഹൈസക്കിന് വന്ന MSMകാരൻ കളവ് പറയാൻ പാടില്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു തരുമോ? കേട്ടത് മുഴുവൻ പറഞ്ഞു നടന്നാൽ മതി അവൻ കള്ളനായി തീരാൻ. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ കള്ളന്മാരാവാൻ പാടില്ല, കള്ളത്തിമാരാവാൻ പാടില്ല. നമ്മൾ എന്തു ചെയ്താലും പടച്ച റബ്ബിന്റെ അടുക്കൽ അത് രേഖയാണ്. ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ഒരു കടുകുമണിയോളം നന്മ ചെയ്താലും അത് കാണും. കടുകുമണിയോളം തിന്മ ചെയ്താലും ഷർറാണെങ്കിലും ഷർറൻ യറാ, അതവൻ കാണുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നന്മയുടെ പാന്താവിലൂടെ നടന്നു പോകാൻ കഴിയണം. ആർക്കാ നന്നാകണം എന്നാഗ്രഹമില്ലാത്തത്? ആർക്കാ സ്വർഗം കിട്ടണം എന്നാഗ്രഹമില്ലാത്ത? എന്തൊക്കെ തിന്മ ചെയ്താലും നമ്മളെ മനസ്സിലുണ്ട്, ആ സ്വർഗം കിട്ടിയ കുഴപ്പമില്ല കേട്ടോ, സ്വർഗം വേണം. ഈ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ എങ്ങനെയാണ് തിന്മ കടന്നു വരുന്നത്? ഞാൻ അവസാനിപ്പിക്കാൻ. സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കുന്നവരിൽ തിന്മ എങ്ങനെയാണ് കടന്നു വരുന്നത്? ഒരു കഥ കൂടി പറയാം. ഹൻളല റളിയല്ലാഹു അൻഹു, ഈ കഥ അവസാനത്തെ കഥയാണ്. ഹൻളല റളിയല്ലാഹു അൻഹു മദീനയിലെ തെരുവിലൂടെ ഓടി വരികയാണ്. എന്തോ പറയുന്നുണ്ട് ഹൻളല. നാഫക ഹൻളല, ഹൻളല ഇതാ മുനാഫിക്കായിരിക്കുന്നു. ഇത് കേൾക്കുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഹൻളല റളിയല്ലാഹുവിനെ തടഞ്ഞു നിർത്തി. എന്താ പറയണ? മുനാഫിക്കായിന്നോ? അപ്പൊ ഹൻളല റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാണ്, ഞങ്ങൾ പ്രവാചകന്റെ മുന്നിലിരിക്കുമ്പോ സ്വർഗം കാണുന്നത് പോലെ തോന്നും, നരകം കൺമുന്നിൽ ഉള്ളതുപോലെ തോന്നും, പക്ഷേ വീട്ടിലേക്ക് പോയാൽ അങ്ങനെ തോന്നൂല. അതുകൊണ്ട് ഹൻളല മുനാഫിക്കായിരിക്കുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോൾ തോന്നി, ശരിയാണല്ലോ, എനിക്കും അങ്ങനെയാണല്ലോ, നമുക്കും ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും. ഹൈസക്കിന് ഇരിക്കുമ്പോൾ തോന്നും, ഇനി നന്നാവണം. ഖുതുബയിലൊരു കാര്യം കേൾക്കുമ്പോൾ തോന്നും, ഇനി നന്നാവണം. ഒരു പുസ്തകം വായിച്ച് ഇസ്ലാമികപരമായ ഒരു ഹദീസ് കേട്ടപ്പോൾ ഇനി നന്നാവണം. ഇവിടെ നിന്നും മടങ്ങി വീട്ടിലേക്ക് എത്തുമ്പോൾ ആ ഈമാൻ ഇങ്ങനെ ചോർന്ന് പോകുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹൻളല റളിയല്ലാഹു അൻഹുവിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും വിളിച്ച് സാന്ത്വനപ്പെടുത്തി. അതങ്ങനെയാണ്. ചെറിയ ഒരു കുറവുണ്ടാവും, ഇടയ്ക്ക് ഈമാനിനൊരു കൂടുതലുണ്ടാവും. പക്ഷേ ഈമാൻ കുറയുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഈമാനിനെ പുതുക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫസ്അലുല്ലാഹ്, അല്ലാഹുവിനോട് നിങ്ങൾ ചോദിക്കണം, അൻ യുജദ്ദിദൽ ഈമാന ഫീ ഖുലൂബികും, ഹൃദയത്തിലെ ഈമാൻ പുതുക്കിത്തരാൻ പടച്ച റബ്ബിനോട് ചോദിക്കണം. അതിനുവേണ്ടി 4 കാര്യങ്ങൾ എണ്ണിപ്പറഞ്ഞ് അവസാനിപ്പിക്കുന്നു. 1,
ഖുർആനുമായിട്ടുള്ള നമ്മുടെ ബന്ധം. ഇന്ന് ഖുർആൻ ഓതി എത്ര ആളുകളുണ്ട്? ഹൃദയത്തോട് ചോദിച്ചാൽ മതി, ആരും കയ്യൊന്തിക്കണ്ട. ഇന്ന് ഞാൻ എത്ര ഖുർആൻ ഓതി? ഖുർആനുമായിട്ടുള്ള എൻ്റെ ബന്ധം എന്താണ്? രണ്ടാമത്തെ പോയിന്റ് എന്തെന്നറിയോ? സമയം സൽക്കർമ്മങ്ങളാൽ നിറക്കുക. ഇന്നൊരു ഒഴിവു ദിവസം കടന്നുറങ്ങി തീർത്തവരുണ്ട്, വെറുതെ പാട്ട് കേട്ട് തീർത്തവരുണ്ടാവാം, സിനിമ കണ്ട് തീർത്തവരുണ്ടാവാം. പക്ഷെ നമ്മൾ ഹൈസക്കിന് വേണ്ടി ഒരുമിച്ച് കൂടി. ഇവിടെ നമ്മൾ എന്തൊക്കെയോ കാണുന്നുണ്ട്. ചുറ്റുഭാഗത്തേക്ക് നോക്കൂ, ഫാനുണ്ട്, ലൈറ്റുണ്ട്, AC ഉണ്ട്. പക്ഷേ നമ്മൾ ആരും കാണാത്ത പടച്ച റബ്ബിന്റെ സൃഷ്ടികൾ ഇവിടെയുണ്ട്. അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ ഇവിടെയുണ്ട്. ഇവിടെ ഒരുമിച്ച് കൂടിയ ഓരോരുത്തരുടെ പേരും പടച്ച റബ്ബിന്റെ സദസ്സിലാ മലായിക്കത്തുകൾ പറയുന്നു. ഫാത്തിമ, ആയിഷ, മുഹമ്മദ്, അഷ്റഫ്, ഇവരൊക്കെ ഇതാ ഇവിടെ എറണാകുളം ജില്ലയുടെ ഹൈസക്കിൽ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. മലക്കുകൾ നമ്മെക്കുറിച്ച് പടച്ച റബ്ബിന്റെ അടുക്കൽ പറയും. ഈ സമയം നമ്മൾ സൽക്കർമ്മത്തിൽ നിറച്ചു. അള്ളാഹു നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ്. അതുതന്നെയാണ് അള്ളാഹുവിനെ ഓർമ്മപ്പെടുത്തുന്ന സദസ്സുകളിൽ ഉണ്ടാവണം. ഈ ഹൈസക്കോട് കൂടി എനിക്ക് സ്വർഗം കിട്ടാനുള്ള എല്ലാമായി. ഇനി ഞാനൊരു ഹൈസക്കനുമില്ല, പള്ളിക്കുമില്ല, എല്ലാമായി എന്ന് കരുതലല്ല. MSM സജീവമാവണം, CRE ക്ലാസ്സിൽ ഉണ്ടാവണം, ഇതല്ലാത്ത നാട്ടിൽ നമ്മൾ സജീവമാകണം. അതേപോലെ തന്നെ നാലാമത്തെ പോയിന്റ് എന്തെന്നറിയോ? മരണത്തെക്കുറിച്ച് ഓർക്കണം. എന്തോ ഉറപ്പുള്ളത്? ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഇതേ രൂപത്തിൽ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിൽ ചെല്ലും, എൻ്റെ ബെഡിൽ കിടന്നുറങ്ങും എന്ന് എന്ത് ഉറപ്പാ നമുക്കുള്ളത് കൂട്ടരെ? ഒരു ഉറപ്പുമില്ല. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമ്മളെ മനസ്സിലുണ്ടാവേണ്ട എന്തെന്നറിയോ? ഞാൻ മരിക്കാൻ പോവാണ്. അങ്ങനെ തന്നെ വേണ്ടേ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരാളെ നിയമിച്ചിരുന്നു എന്നാണ്. എന്തിനെന്നറിയോ? ഉമറേ, നീയും മരിക്കേണ്ടവനാണ് എന്ന് കാണുമ്പോൾ പറയാൻ വേണ്ടി ഒരാളെ നിശ്ചയിച്ചിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. ആലോചിച്ച് നോക്കൂ, മരണത്തെക്കുറിച്ച് ഓർക്കുക. അവസാനമായിട്ട് ദിക്റുകൾ പതിവാക്കുക. എത്ര ദിക്റുകളുണ്ട്. ഉറങ്ങി എണീറ്റ ദിക്റ്, ടോയ്ലറ്റ് പോകുമ്പോൾ ദിക്റ്, ഇറങ്ങുമ്പോൾ ദിക്റ്, വസ്ത്രം ധരിക്കുമ്പോൾ ദിക്റ്, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വെള്ളം കുടിക്കുമ്പോൾ തുടങ്ങി അവസാനം ഉറങ്ങാൻ കിടക്കുമ്പോഴും ദിക്റ്, ഉറങ്ങിക്കഴിഞ്ഞ് ഉറക്കത്തിലൊരു സ്വപ്നം കണ്ട് നെട്ടി എണീറ്റു, അവിടെയും ദിക്റ്. എത്ര ദിക്റുകൾ. പ്രിയപ്പെട്ട മക്കളെ, മദ്രസയിൽ പഠിച്ചാ പോരാ, ജീവിതത്തിൽ ആ ദിക്റുകൾ പ്രാവർത്തികമാക്കണം. നിങ്ങൾക്ക് വേണ്ടി ഒരു ദിക്റ് ഈ ഹൈസക്കിന്റെ വേദിയിൽ വെച്ച് നമ്മൾ പഠിക്കാൻ പോവാൻ. ഹൈസക്കിന്റെ സമ്മാനമായി എൻ്റെ പ്രിയപ്പെട്ട മക്കൾ ആ ദിക്റിനെ സ്വീകരിക്കണം. ആ പ്രാർത്ഥനയെ നിങ്ങൾ സ്വീകരിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥനയാണ്. നമ്മുടെ സ്ക്രീനിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ആ പ്രാർത്ഥന ഞാനൊന്ന് വായിച്ചു തരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. എന്താ പറഞ്ഞത്? അല്ലാഹുവേ, ഞാൻ നിന്നോട് യാചിക്കുന്നു, ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? സന്മാർഗം, തെഖ്വ, വിശുദ്ധി, ഐശ്വര്യവും റബ്ബേ ഞാൻ നിന്നോട് ചോദിക്കുന്നു. ഈ പ്രാർത്ഥന ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഒരൊറ്റ തവണ എൻ്റെ കൂടെ ഒന്ന് വരണം. അല്ലാഹുമ്മ, പോരാ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ ഹുദാ വത്തുഖ വൽ അഫാഫ വൽ ഗിന. ഇത് ഇവിടുന്ന് കാണാതെ പഠിച്ചു പോണം. എന്താ അർത്ഥം ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, പടച്ചോനെ ഞാൻ നിന്നോട് ചോദിക്കുന്നു അല്ലെങ്കിൽ യാചിക്കുന്നു. എന്താ വേണ്ടത്? അൽ ഹുദാ, ഹിദായത്ത് വേണം, സന്മാർഗം എനിക്ക് വേണം റബ്ബേ. വത്തുഖ, തെഖ്വ എനിക്ക് വേണം, തെഖ്വ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം റബ്ബേ. വൽ അഫാഫ, വിശുദ്ധി ഉണ്ടാകണം, തിന്മകളിൽ നിന്ന് മാറി മുക്തമായ വിശുദ്ധി എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം റബ്ബേ. വൽ ഗിന, ഐശ്വര്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ച് പ്രാർത്ഥനകളിൽ ഉരുവിട്ടിരുന്ന പ്രാർത്ഥനയാണിത്. ഇതൊന്ന് ഹൈസക്കിന്റെ സമ്മാനമായി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ സ്വീകരിക്കണം. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിൽ തിന്മകളുണ്ടായാൽ അതിൻ്റെ പരിണിത ഫലം നാളെ പരലോകത്ത് കാണും. അതുകൊണ്ട് നന്മയുടെ വഴിയിലൂടെ നടക്കാൻ
പ്രിയപ്പെട്ട മക്കളെ, നമ്മെക്കൊണ്ട് സാധിക്കണം. ശിർക്ക് ജീവിതത്തിൽ ഉണ്ടാവരുത്, മാതാപിതാക്കളെ ധിക്കരിക്കലുണ്ടാവരുത്, ലഹരിയിൽ തൊട്ടുപോകരുത്, അവിശുദ്ധ കൂട്ടുകെട്ടുകൾ ഉണ്ടാവരുത്. നന്മകൾ കൽപ്പിക്കണം, തിന്മകളെ വിരോധിക്കണം, നാവിനെ സൂക്ഷിക്കണം. വസ്ത്രം ധരിക്കുന്നിടത്ത്, ശാരീരികമായ എല്ലാ വിഷയത്തിലും ഇസ്ലാം കൽപ്പിച്ചിടത്ത് നിൽക്കാൻ, ഇസ്ലാം അരുതേ എന്ന് പറഞ്ഞിടത്ത് നിന്ന് മാറി നിൽക്കാൻ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സാധിക്കണമെങ്കിൽ നാളെ സ്വർഗമാണ് നമ്മെ കാത്തിരിക്കുന്നത്. ആ സ്വർഗത്തിലേക്കാണ് ഹൈസക്ക് നിങ്ങളെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മെ ഏവരെയും സ്വർഗത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.